Hi, let us continue with the question. The race around condition occurs in. So, race around condition നമുക്കറിയാം flip-flops കേസിലാണ് race around എന്നുള്ളൊരു condition വരുന്നത്. When the JK flip-flop, അല്ലേ JK flip-flopൽ 1-1 എന്നുള്ളൊരു condition വരുമ്പോൾ actually according to our design it should be toggle state, but a problem occurs, അതായത് ക്ലോക്കിന്റെ ഡ്യൂറേഷൻ കൂടുതലാണെങ്കിൽ ദ ഔട്ട്പുട്ട് മേ ചേഞ്ച്. ആ ക്ലോക്ക് തന്നെ പല പ്രാവശ്യം ട്രിഗർ ചെയ്ത് ഔട്ട്പുട്ടിന് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ റേസ് അറൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഓക്കേഴ്സ് ഓൺലി വെൻ ദ ബോത്ത് ഓഫ് ദി ഇൻപുട്ട് ബിക്കംസ് 1. അപ്പൊ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റർ സ്ലേവ് യൂസ് ചെയ്യും. അപ്പൊ മാസ്റ്റർ സ്ലേവിൽ ആക്ച്വലി മാസ്റ്റർ വർക്ക് ചെയ്ത് അത് മാസ്റ്ററിന് ഒരു പോസിറ്റീവ് ക്ലോക്ക് ആണെങ്കിൽ മാസ്റ്ററിന് പോസിറ്റീവ് ക്ലോക്ക് ആണെങ്കിൽ ഇതിന് നെഗറ്റീവ് ക്ലോക്ക് ആയിരിക്കും പോകുന്നത്. ഓക്കെ, സോ ഇതിന്റെ അതായത് ഇത് നെഗറ്റീവ് ആവുമ്പോഴാണ് ഇതിന് പോസിറ്റീവ് കിട്ടുന്നത്. സോ ഇത് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് വർക്ക് ചെയ്യുക. ഓക്കെ, പോസിറ്റീവ് ക്ലോക്കുകളിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മാസ്റ്റർ സ്ലേവ് റേസ് അറൗണ്ട് കണ്ടീഷൻ occurs in flip-flops. Flip-flopsലാണ് ഈ ഒരു പ്രശ്നം കാണുന്നത്, എസ്പെഷ്യലി ഇൻ JK. Okay, JK. Next is the number of states in its counting sequence that a ring counter consisting of n flip-flop. അപ്പോൾ ഒരു റിംഗ് കൗണ്ടറുടെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. കൗണ്ടേഴ്സ് നമ്മൾ പഠിച്ചു, ഒന്ന് ഓർത്ത് വെക്കുക. കൗണ്ടേഴ്സ് സിങ്ക്രണസ് കൗണ്ടർ പഠിച്ചു, സിങ്ക്രണസ് അപ്പ് ഡൗൺ, പിന്നെ സീക്വൻസ് ജനറേറ്റ് ചെയ്യുന്നത്, പിന്നെ അസിങ്ക്രണസ് അല്ലേ, അപ്പ് ഡൗൺ. അപ്പൊ അങ്ങനത്തെ ഉണ്ട്. ദെൻ ഒരു പെർട്ടിക്കുലർ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് കൗണ്ടേഴ്സിൽ പെടുന്നതാണ് ഷിഫ്റ്റ് രജിസ്റ്റർ കൗണ്ടർ. അതിൽ പെടുന്നതാണ് എന്ത്, റിങ്ങും ജോൺസും അല്ലെ. ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതാണ് റിങ്ങും ജോൺസും. ഫോർ എ റിംഗ് കൗണ്ടർ, ഇഫ് റിംഗ് കൗണ്ടർ ഇസ് ഓൾസോ നോൺ ആസ് n counter, that is where n is the number of flip-flops. അതുപോലെ ഡിവൈഡഡ് ബൈ എൻ കൗണ്ടർ. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് പറയുക, എൻ കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ there are n different states. ഇതൊക്കെയാണ് റിംഗ് കൗണ്ടറുടെ ഇത്. അതായത് ഇപ്പൊ 4 ബിറ്റ് റിംഗ് കൗണ്ടർ ആണെങ്കിൽ 4 ബിറ്റ് റിംഗ് കൗണ്ടർ ആണെങ്കിൽ 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1 അല്ലെ. 4 states and 4 flip-flops. അതാണ്. സോ ഇവിടെ n ഫ്ലിപ്പ്-ഫ്ലോപ്പ് ഉണ്ട്. സോ എത്ര സ്റ്റേറ്റ് ഉണ്ടാവും, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എത്ര ഉണ്ടാവും, n. ഇതിന്റെ നേരെ ജസ്റ്റ് ഒരു ചെറിയൊരു വേരിയേഷൻ ആണ് ഇത് ജോൺസൺ കൗണ്ടർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതൊന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തടുത്ത് ഈ 2 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടത്. നമ്പർ ഓഫ് ഫ്ലിപ്പ്-ഫ്ലോപ്സ് റിക്വയർഡ് ടു ഇംപ്ലിമെന്റ് ഡിവൈഡഡ് ബൈ 20 ജോൺസൺ കൗണ്ടർ. ഇപ്പൊ ജോൺസൺ കൗണ്ടറുടെ ഇത് ജോൺസൺ കൗണ്ടർ എന്ന് പറയുന്നത്, വൺസ് അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, ജോൺസൺ കൗണ്ടർ ഇസ് ഓൾസോ നോൺ ആസ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. ഓക്കെ, ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ. ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്ന് വെച്ചാൽ ഈ ക്യൂ ബാറിന്നാണ് ഒരു ഫ്ലിപ്പ്-ഫ്ലോപ്പിന്റെ ക്യൂ ബാറിന്നാണ് എടുത്തിട്ട് ആദ്യത്തെ ഫ്ലിപ്പ്-ഫ്ലോപ്പിന്റെ ഡിയിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ക്യൂ ബാർ. സോ ആദ്യമേ തന്നെ അത് എന്തായിരിക്കും, 4 ബിറ്റ് ജോൺസൺ ആണെങ്കിൽ, ജോൺസൺ കൗണ്ടർ ആണെങ്കിൽ 1 0 ക്യൂ ബാർ അല്ല, ആദ്യം എല്ലാ ഫ്ലിപ്പ്-ഫ്ലോപ്സ് ഓഫ് ആയിരിക്കുമല്ലോ. സോ ലാസ്റ്റ് ഫ്ലിപ്പ്-ഫ്ലോപ്പിന്റെ
ക്യൂ ബാർ ഇപ്പൊ എന്തായിരിക്കും? 1 ആയിരിക്കും. ആ 1 ആണ് ഇങ്ങോട്ട് പോകുന്നത് അല്ലെ. വീണ്ടും 1 ആയിരിക്കും. കാരണം എന്താ? ഈ ലാസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്യൂ 1 ആവുമ്പോഴാണ് ക്യൂ ബാർ 0 ആവുന്നത്. ഈ സമയത്ത് ക്യൂ ബാർ 0 ആക്കി. ഇനി അടുത്ത സ്റ്റേറ്റില് ക്യൂ 1 അല്ല, അപ്പൊ അടുത്ത സ്റ്റേറ്റില് ക്യൂ ബാർ 0 അല്ല, അപ്പൊ 0 ആയിരിക്കും ഇൻപുട്ടിലേക്ക് പോകുന്നത്. സോ 1 1 1 0 0 1 1 0 0 0 1 0 0 0 0. So it is 8 states. 4 flip-flop. So it is known as 2n counter. N is number of flip-flop. Okay, അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 20 divided by 20. This is also known as divided by 2n counter. Okay, this 20 divided by 20 ആണ്. അപ്പോൾ 2n ആണ് 20. So n എന്ന് പറയുന്നത് 20 by 2 which is equal to 10. So 10 number of flip-flops are required. നിങ്ങൾ എൻ്റെ ആ വ്യത്യാസം ഒന്ന് നോക്കി വെച്ചാൽ മതി, ബാക്കി കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഇസ് ദ ഫോളോയിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇസ് യൂസ് ടു എലിമിനേറ്റ് റേസ് അറൗണ്ട് പ്രോബ്ലം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ഇറ്റ് ഇസ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. A shift register with its complement output, okay, of the last stage connected to the D input of the first stage. ഇത് നേരത്തെ പറഞ്ഞല്ലേ നമ്മൾ ജസ്റ്റ് ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ, അല്ലെങ്കിൽ നമ്മൾ അതിനെ ജോൺസൺ കൗണ്ടർ എന്നും പറയും, അല്ലെങ്കിൽ 2n കൗണ്ടർ എന്നും പറയും, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 2n കൗണ്ടർ എന്നും പറയും. ആൻഡ് യു ഷുഡ് നോ പ്രോപ്പർലി നമ്മൾ എങ്ങനെയാണ് ഒരു കൗണ്ടർ ഒരു ക്ലോക്കിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മോഡ് എൻ കൗണ്ടർ എന്ന് വെച്ചാൽ ഇറ്റ്സ് ഡിവൈഡഡ് ബൈ മോഡ് എൻ കൗണ്ടർ ആണ്. കാരണം നമ്മൾ അത്രയും ക്ലോക്കുകൾ എടുത്തിട്ടാണ് മോഡ് എന്നിലേക്ക് എത്തുന്നത് അല്ലേ. അപ്പൊ എത്ര ക്ലോക്കുകൾ വേണമെന്ന് വെച്ചാൽ, അപ്പൊ 1 മില്ലി സെക്കൻഡ് ആണ് കൊടുത്തിരിക്കുന്നെങ്കിൽ 10 മില്ലി സെക്കൻഡ് ആണ് ആ ലാസ്റ്റ് ഔട്ട്പുട്ട് സീക്വൻസ് വരുന്നത്. സോ ആ ഫസ്റ്റ് ക്ലോക്കിനെ 10 പ്രാവശ്യം അത് ഡിവൈഡ് ചെയ്തു. ഫ്രീക്വൻസിനെ ടൈം പീരിയഡിനെ 10 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തു, ഫ്രീക്വൻസിനെ 10 പ്രാവശ്യം ഡിവൈഡ് ചെയ്തു. ഓക്കെ, BCD counter is also known as, BCD means it is binary coded decimal അല്ലെ, ബൈനറി കോഡഡ് ഡെസിമൽ. അതിന് ജസ്റ്റ് BCD എന്ന് വെച്ചാൽ ഡെസിമൽ വാല്യൂസ് 0 to 9 വരെ മാത്രം പറ്റുള്ളൂ. ഈച്ച് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ബിറ്റ് നമ്പർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ മോഡ് ഇത് എത്ര BCD എന്ന് വെച്ചാൽ 0 to 9 അല്ലേ, 10 സ്റ്റേറ്റ്സ് ആണ് അല്ലേ. സോ ഇറ്റ് ഇസ് മോഡ് 10 കൗണ്ടർ അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 10 കൗണ്ടർ. ഇതൊക്കെ ഈ BCD കൗണ്ടറുടെ പേരുകളാണ് കേട്ടോ, അതൊക്കെ പഠിച്ചു വെക്കാം. Next is 60. Which of the following counters has the highest speed? So it's നമുക്ക് സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസിനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ്. ഓക്കെ, സിങ്ക്രണസില് സെയിം ക്ലോക്ക് ആണ്. സോ സ്പീഡ് കൂടുതലായിരിക്കും ഇതിന്. അതായത് പാരലൽ ആണ് അല്ലെ, ഒരു അടുത്തത് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യത്തേത് വർക്ക് ചെയ്യണം. സോ സ്പീഡ് ഇസ് ലെസ്. അതായത് പാരലൽ ട്രാൻസ്മിഷനിലൊക്കെ ഒരു ക്ലോക്കിന് തന്നെ ഫുൾ സിഗ്നൽ നമുക്ക് കിട്ടും അല്ലെ. പാരലൽ ട്രാൻസ്മിഷൻ ഇസ് ഫാസ്റ്റർ ദാൻ സീരിയൽ ട്രാൻസ്മിഷൻ. സീരിയൽ ആണെങ്കിൽ ഓരോ ക്ലോക്കിന് ഓരോന്നായിട്ടാണ് കിട്ടുന്നത്. നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് പഠിച്ചില്ലേ, പാരലൽ ഇൻ പാരലൽ ഔട്ട്. പാരലൽ ഇൻ പാരലൽ ഔട്ടില്
കൊടുക്കുന്ന അപ്പം തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ എല്ലാത്തിന്റെ ഔട്ട്പുട്ടിൽ കിട്ടും അല്ലെ. പാരലൽ സീരിയൽ ഔട്ട് ആണെങ്കിൽ പാരലായിട്ട് എല്ലാം ലോഡ് ചെയ്ത് പിന്നെ ഓരോന്നായിട്ട് എടുക്കണം. അപ്പൊ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടോ അത്രയും ക്ലോക്കുകൾ അതിന് വേണ്ടി വരും. In order to build a mode 12 counter, ഇത് ഞാൻ ഇതിലിടാൻ കാരണം കഴിഞ്ഞ PSC ഒരു ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റിന്റെ ഒരു കഴിഞ്ഞ PSC എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മോഡലിലുള്ളത്. In order to build a mode 12 counter, the minimum number of flip-flop needed is. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മോഡ് 12 നമ്മൾ ഒരു നോർമൽ അപ്പ് കൗണ്ടർ എന്നാണ് നമ്മൾ വെക്കുക. അപ്പ് കൗണ്ടർ എന്ന് മനസ്സിലാലോചിച്ചാൽ മതി. അപ്പൊ മോഡ് 12 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സീക്വൻസ് എന്തായിരിക്കും? 0 to 11 ആയിരിക്കും അല്ലെ. അതായത് 12 സ്റ്റേറ്റ്സ്, അതാണ് മോഡ് 12 കൗണ്ടർ അല്ലെ. അപ്പൊ ഈ 11th ബൈനറി നോക്കുക. എന്താണ് 11? 1011 അല്ലെ. സോ 4 ബിറ്റ്സ് ആണ്. 4 ബിറ്റ്സ് ആവുമ്പോ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണം അല്ലെ. ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഒരു ബിറ്റ് അല്ലേ സ്റ്റോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ നോക്കുക. ഓക്കെ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കഴിഞ്ഞ PSCക്ക് വന്നത്. അത് ഞാൻ കൂട്ട് ചെയ്തതിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. IC 7476 നിങ്ങൾ ലാബിലൊക്കെ ചെയ്ത ഓർമ്മയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ ഡിജിറ്റൽ ലാബൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഈ ടിക്കറ്റ് അത് നോക്കണ്ട കേട്ടോ, അതാ കുട്ടി ഞാൻ ഇത് എഴുതിയ കുട്ടി ആണ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് JK. ഇറ്റ്സ് കറക്റ്റ്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. ഈ D ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 7474 ആണ്. D നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ് G ഫ്ലിപ്പ് ഫ്ലോപ്പ്. പിന്നെ ഇത് JK കൗണ്ടേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും JK കൗണ്ടേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് 19. Again, this was the question. The minimum number of 2 input NAND gates required to realize a half subtractor. നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഒരു ടേബിൾ ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഇസ് 5 ആണ് അതിന്റെ ആൻസർ. NOR ആയിരുന്നെങ്കിലാണ് 4 വരുന്നത്. ദിസ് ഇസ് 5. ഓക്കെ. നിങ്ങൾ ആ കമ്പാരിസൺ ചാർട്ട് ഒന്ന് പഠിക്കുക. നോറും നിങ്ങൾ ആക്ച്വലി നോക്കേണ്ടത് റിയലൈസേഷൻ ഓഫ് എന്താണ് ഫുൾ ആഡർ, ഹാഫ് ആഡർ, ഫുൾ സബ്ട്രാക്ടർ, ഹാഫ് സബ്ട്രാക്ടർ യൂസിങ് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. ഓക്കെ. അപ്പൊ അതിൽ എത്ര നമ്പർ ഓഫ് നാൻഡ്, എത്ര നമ്പർ ഓഫ് നോർ, രണ്ട് കേസിൽ എന്ന് വെച്ചാൽ 4 കേസ് വരും അല്ലെ. ഫുൾ ആഡർ, ഫുൾ സബ്ട്രാക്ടർ, ഹാഫ് ആഡർ, ഹാഫ് സബ്ട്രാക്ടർ പഠിച്ചു. 1920. In a sequential circuit, the output of any instant of time depends on sequential and combination. ആ ഒരു വ്യത്യാസമാണ് ഇതിൽ നിങ്ങൾ അറിയേണ്ടത്. കമ്പയർ, അതാണ് നിങ്ങൾ ഇതിൽ അറിയേണ്ടത്. ഓക്കെ. ഈ ആൻസർ ചെയ്യണമെങ്കിൽ അതാണ് അറിയേണ്ടത്. കമ്പയർ സീക്വൻഷ്യൽ ആൻഡ് കോമ്പിനേഷൻ. അപ്പൊ ഇത് കമ്പാരിസൺ നിങ്ങൾ പഠിച്ചത് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. സോ ഇറ്റ് The sequential means what? സീക്വൻസിൽ കൗണ്ട് ചെയ്യുന്നതോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതോ ആണ് സീക്വൻഷ്യൽ എന്ന് പറയുന്നത് അല്ലെ. സോ ഒരു സീക്വൻസ്, സപ്പോസ് യു വോണ്ട് ടു കൗണ്ട് 10, അടുത്തത് 10 ആണ്. സോ ഇറ്റ് ഷുഡ് റിമെമ്പർ ദാറ്റ് ദി ബിഫോർ വാസ് 9. എന്നാൽ മാത്രമേ അതിന് നെക്സ്റ്റ് 10 ആണെന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അത് 10 കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഷുഡ് നോ ഇറ്റ്സ് പാസ്റ്റ് ഔട്ട്പുട്ട് ആസ് വെൽ ആസ് ഇറ്റ്സ് പ്രസന്റ് ഇൻപുട്ട്. 21. Yes, this was also asked. Okay, ഇത് PSCക്ക് ചോദിച്ചതാണ് കേട്ടോ. ഡെമോൺസ്ട്രേറ്റ് ഈ 5-ാം തീയതി നടന്ന ഡെമോൺസ്ട്രേറ്ററിന്റെ. അപ്പൊ ഈ 2-bit parallel counter and a 3-bit Johnson counter are cascaded. The modulus of the cascaded configuration. നമ്മൾ കാസ്കേഡഡ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പോ 3 എണ്ണം നമ്മളൊരു 5-5-5 വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് മോഡ് 5, മോഡ് 5 ആണെങ്കിൽ ദ ടോട്ടൽ മോഡുലസ്, അതായത് ടോട്ടൽ മോഡുലസ് വിൽ ബി
ദ നമ്പർ ഓഫ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആണ് ഈ മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 into 5 into 5 which is 125 അല്ലെ. നമ്മൾ നേരത്തെ ഇതൊരു പ്രോഗ്രാമിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് ഒരു കുറച്ചൊരു ട്വിസ്റ്റഡ് ആണ്. ഇറ്റ് ഇസ് 2-bit പാരലൽ കൗണ്ടർ. എന്താണ് പാരലൽ കൗണ്ടർ? പാരലൽ കൗണ്ടർ ഇസ് നത്തിങ് ബട്ട് അവർ അസിൻക്രണസ് കൗണ്ടർ ആണ്. പാരലൽ കൗണ്ടർ ഇസ് റിപ്പിൾ കൗണ്ടർ. ജസ്റ്റ് നമ്മുടെ ഒരു എന്താണ് അസിൻക്രണസ് കൗണ്ടർ. ഓക്കെ, സോ ഒരു 2-bit കൊണ്ട് മാക്സിമം എത്ര പറ്റും? 2-bit പാരലൽ കൗണ്ടറിൽ 2-bit കൊണ്ട് 4 സ്റ്റേറ്റ്സ് അല്ലെ. ദാറ്റ് ഇസ് മോഡ് 4 ആണ്. 2 raised to n, that is 4. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. 3-bit ജോൺസൺ. അപ്പോൾ 3-bit ജോൺസൺ ആവുമ്പോൾ നേരത്തെ പറഞ്ഞതാണ് ഇറ്റ് ഇസ് 2n കൗണ്ടർ. അപ്പൊ 3-bit ആവുമ്പോൾ ഇറ്റ് ഇസ് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ്. സോ ഇറ്റ് ഇസ് 6 സ്റ്റേറ്റ്സ് ഉണ്ടാവും. സോ ഇറ്റ് ഇസ് മോഡ് 6. ഓക്കെ, so as per this question you are going to cascade 2 counters. One is mode 4 and the other is mode 6. So when you multiply these two you get 4 into 6 which is 24. So D is the answer. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ്. So you can expect such questions. Just the number of D flip-flops required to implement a mode 6 Johnson cut. Mode 6 എന്ന് പറഞ്ഞാൽ it's all interconnected. Mode 6 means 6 states. That is 2n states ആണ് 6 അല്ലേ. So it is 2n is equal to 6. So n is the number of flip-flops and it is 3. 3 is the answer. നമ്മൾ നമ്മുടെ ഡിജിറ്റലില് ഏകദേശം ഫസ്റ്റ് നമ്പർ സിസ്റ്റംസും പിന്നെ അതിൽ വരാവുന്ന പ്രോബ്ലംസ്, അരിത്മെറ്റിക് ഓപ്പറേഷൻസും ആ കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അല്ലെ. കൗണ്ടേഴ്സിന്റെ കേസിൽ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഒന്ന് മറക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇതാണ് ഇതൊന്ന് റിമൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ദ ഗ്രേ കോഡ്. ദ ഗ്രേ കോഡ് കോഡുകളും പഠിക്കാൻ മറക്കരുത്. BCD ഗ്രേ, പിന്നെ അതേ നിങ്ങൾക്കുള്ളൂ. ആസ്കിയും കൂടി ഉണ്ട്. ഓക്കെ, അതിന്റെ പ്രത്യേകതകൾ നിങ്ങൾ പഠിക്കണം. ആൻഡ് ദി ഗ്രേ കോഡ് കറസ്പോണ്ടിങ് ടു ദി ബൈനറി നമ്പർ ദിസ്. അപ്പോൾ ബൈനറി നമ്പർ ഇസ്, so you have to know binary to gray conversion. Binary to gray conversion. So binary is given 1111. So gray എന്ന് പറയുന്നത് ആദ്യത്തേത് അങ്ങനെ തന്നെ എഴുതാം. പിന്നെ ഇത് രണ്ടും XOR ചെയ്യുക, ഇത് രണ്ടും XOR ചെയ്യുക, ഇത് രണ്ടും XOR ചെയ്യുക. അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ട് ക്യാരി നെഗ്ലക്ട് ചെയ്താലും മതി. അഡ്ജസന്റ് ബിറ്റ്സുകൾ നമ്മൾ ആഡ് ചെയ്തിട്ട് ക്യാരി നെഗ്ലക്ട് ചെയ്യും. ഓക്കെ, അതായത് ഈ ഫസ്റ്റ് നമ്പർ അങ്ങനെ തന്നെ എടുത്തെഴുതുക 1. ദെൻ ഈ രണ്ട് അഡ്ജസന്റ് നമ്പേഴ്സ് നമ്മൾ XOR ചെയ്താലും മതി, അതാണ് നല്ലത്. കുറച്ച് 1 XOR, അടുത്തൊരു XOR, അടുത്തൊരു XOR. അല്ലെങ്കിൽ രണ്ടും ആഡ് ചെയ്ത 2 കിട്ടില്ലേ, അതിലത്തെ ക്യാരി കളയാം, ബാക്കി 0 അല്ലേ ഉള്ളത്. അങ്ങനെ എഴുതിയാലും നമുക്ക് കിട്ടും. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചും ഉള്ള കൺവേർഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്താ കിട്ടുക? 100 തിരിച്ച് കൺവേർട്ട് ചെയ്താൽ യു ഷുഡ് ഗെറ്റ് ദി ബൈനറി അല്ലെ. ദിസ് ഇസ് ഗ്രേ. നിങ്ങളിത് തിരിച്ച് കൺവേർട്ട് ചെയ്ത് നോക്ക്. ഗ്രേയിലേക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1, then 1 XOR 0, 1. This 1 XOR 0, 1. This 1 XOR 0, 1. Yes, this was a question. Okay. 24. The output of a system y of t is related to input. The signals കുറച്ച് questions ആണ്. The output of a system y of t is related to
input x of t. So input is x of t and output is y of t. And it is a relation തന്നിട്ടുണ്ട്. Y of t is equal to ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതാം. ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് വേണ്ട. ഓക്കെ, നെക്സ്റ്റിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ which of the following is false for a, ഓക്കെ, ഇത് ഇപ്പൊ ചെയ്യണ്ട കേട്ടോ. Which of the following is false for a continuous time signal? ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ കേസിൽ അല്ലേ എന്താണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനി സിഗ്നൽ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി സം ഓഫ് an odd or even signal. Yes, the correct ആണ്. Sum of two period is no, this is wrong. Okay, so this is the answer. This is okay. Answer is 2. നമ്മൾ പഠിച്ചില്ലേ, അതായത് ഏതൊരു സിഗ്നലിനെയും അതിന്റെ ഈവൻ കോമ്പോണന്റും ഓഡ് കോമ്പോണന്റും ആയിട്ട് വേർതിരിക്കാൻ പറ്റും അല്ലെ. ആ രണ്ട് ഈവനും ഓഡ് കോമ്പോണന്റ് സമ്മാണ് എല്ലാ സിഗ്നൽസും. പക്ഷെ നമ്മൾ രണ്ട് സിഗ്നൽസ് ആഡ് ചെയ്ത് അതിന്റെ പീരിയോഡിസിറ്റി ഒക്കെ നോക്കിയിട്ട് അത് അല്ല എന്ന് കണ്ടിട്ടുണ്ട് അല്ലെ. സോ ഇൻഡിവിജ്വൽ പീരിയോഡിക് സിഗ്നൽസുകൾ ആയിരിക്കും, ബട്ട് വെൻ ദേ ഗെറ്റ് ആഡഡ്, അത് ആഡ് ചെയ്ത ആ ഒരു സിഗ്നൽ പീരിയോഡിക് ആവണമെന്നില്ല. ഓക്കെ, സിഗ്നൽ ഓഫ് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ വെദർ ദി സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്കിത് സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പീരിയോഡിക് ആണോ കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഇറ്റ്സ് പീരിയോഡിക് വിത്ത് എന്താണ് അതിന്റെ ഫ്രീക്വൻസി എന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ് us see there are 3 signals. ഏതൊക്കെയാണ് സിഗ്നൽ? നമുക്ക് T1 നോക്കാം ആദ്യം. T1 is equal to 2 pi by omega, which is equal to 2 pi by 3, which is 3 അല്ലേ. T2 is equal to 2 pi by omega, which is 2 pi by 2 pi. Two pi by 0.5 into 5 അല്ലേ. ഇതേതും ക്യാൻസൽ ആയി പോയി. 4 ആണ് അല്ലേ, 4. നെക്സ്റ്റ് is T3 is equal to 2 pi by omega, which is equal to 2 pi by 3. 6 അല്ലേ. ഇതൊക്കെ ഇൻറ്റീജേഴ്സ് ആണ്, അതിൽ ഇറാഷണൽ നമ്പേഴ്സ് ഒന്നുമില്ല. സോ പീരിയോഡിക് ആണ് അല്ലെ. ഓൾ ആർ ഇൻഡിവിജ്വലി പീരിയോഡിക്. ഇനി ഇത് കമ്പൈൻ ചെയ്തിട്ട് പീരിയോഡിക് ആണോ നോക്കാം. T1 by T2 is an integer. അതുപോലെ തന്നെ ഒരു ഫ്രാക്ഷണൽ ഇൻറ്റീജർ ആണ് അല്ലെ. റാഷണൽ നമ്പർ ആണ്, ഒരു റാഷണൽ നമ്പർ. അതുപോലെ തന്നെ ബാക്കി എല്ലാ റേഷ്യോസും ഒരു റാഷണൽ നമ്പർ ആണ്. സോ ഇറ്റ് ഇസ് പീരിയോഡിക് ആണെന്ന് പറയാം. പീരിയോഡിക് ആണ്, the signal is periodic and it's the combined periodicity is combined, that is T is equal to നമുക്ക് LCM, the average of LCM of 3, 4, 6 അതെടുക്കാം. ക്രോസ് മൾട്ടിപ്ലൈ രണ്ടെണ്ണാണെങ്കിൽ നമുക്ക് അല്ലാതെ ചെയ്യാം കേട്ടോ. അത് ദാറ്റ് ഇസ് LCM of 3 എന്ന് പറഞ്ഞാൽ that is common factor ഏതാണെന്ന് നോക്കാം. least common factor ഏതാണ്? that is 2, 3, 2, 3, 3, 1, 2, 3, 1 അല്ലേ. 6 into 2, that is 12. So
12 hertz ആയിട്ട് it's periodic with 12 hertz. Clear ആയില്ലേ? Next is 27. In the equation, okay, the equation is given x of t is equal to b into e raised to et. Okay, a less than, ഇതൊരു എക്സ്പോണൻഷ്യൽ ആണ്, എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണ്, ഡിസ്ക്രീറ്റ് അല്ല, കണ്ടിന്യൂസ് എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണ്. Then it is called, so a is less than എന്ന് പറഞ്ഞാൽ b into e raised to minus at ആണ് അല്ലേ. So as t increases the value gets decreased. ഇങ്ങനെയാണ്. Okay, so exponential decaying exponential ആണ്. It's a basic concept. Next is 28. Check whether x of n is equal to 7 sin 6 pi n is periodic with, and if it is period calculate. അപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് സിസ്റ്റം ആണ്, ഡിസ്ക്രീറ്റ് സിസ്റ്റം. സോ ഇത് എന്താണ്, പീരിയോഡിക് ടി ഈസ് ഈക്വൽ ടു എന്താണ്, ടി അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ കേസിൽ ടി ഈസ് ഈക്വൽ ടു എൻ ആണ് അല്ലേ. എൻ ഈസ് ഈക്വൽ ടു 2π/ω ഇൻറ്റു എം ആണ്, വേർ എം ഇസ് ദ ഇൻറ്റീജർ. ഇത് മൊത്തത്തിൽ ഒരു ഇൻറ്റീജർ വാല്യൂ ആവണം ഫോർ എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എം. ഓക്കെ, അപ്പോഴാണ് അത് ഒരു പീരിയോഡിക് ആവുന്നത്, ഒരു പീരിയോഡിക് സിഗ്നൽ. ലെറ്റ് us first see whether the signal is periodic or not. അപ്പോൾ പീരിയോഡിക്, okay, which is 7 sin 6 pi n ആണ് അല്ലേ. And so this n is equal to 2π/ω. Omega is 6 pi into m അല്ലേ. pi which is 1/3 into m ആണ്. So irrational number ആണ്, sorry, rational number ആണ്. Periodic. And for നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫണ്ടമെന്റൽ, ഫോർ ഫണ്ടമെന്റൽ if m is equal to 3 for the minimum value ആണ് കേട്ടോ. അതിന് മുമ്പ് വന്നാലൊന്നും ഇതൊരു ഇൻറ്റീജർ ആവണം നമുക്ക് അല്ലേ. n should be an integer. അപ്പൊ n ഇൻറ്റീജർ ആവണമെങ്കിൽ what should be the value of m? So here in this expression we have n is equal to 1/3m അല്ലേ. സോ എമ്മിന് 3 കൊടുത്തു കഴിഞ്ഞാൽ n is equal to 1. So the fundamental time period is 1, periodic of 1. This is the answer. നമ്മൾ നേരത്തെ ചെയ്തതാണ് ഇതെല്ലാം. Next is 29. The similar question. Find the smallest angular frequency. ഒമേഗ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. For which the discrete time signal with fundamental frequency n is equal to. അപ്പോൾ n തന്നിട്ടുണ്ട് 8 ആണ്, സിഗ്നൽ ഒന്നും തന്നിട്ടില്ല. പർട്ടിക്കുലർലി ഒരു പീരിയോഡിക് വുഡ് ബി പീരിയോഡിക് എന്ന് തന്നിട്ടുണ്ട്. സ്മോളസ്റ്റ് ആംഗുലർ ഫ്രീക്വൻസി ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ വി ഹാവ് n is equal to 2π/ω അല്ലേ. സോ ഒമേഗ is equal to 2π/n, അത്രേ ഉള്ളൂ. 2π/n എന്ന് വെച്ചാൽ 8, which is π/4. So omega is π/4. n 8 ആണെങ്കിൽ omega is 5. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണെന്ന് തന്നിട്ടുണ്ട്, പീരിയോഡിക് ആണെന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് is which one of the following systems is causal? ജസ്റ്റ് റിമൈൻഡിങ് ഒരു റിവിഷൻ ക്ലാസ് ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സിസ്റ്റംസ് ആർ കോസൽ? കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ് അല്ലെ. കോസൽ സിഗ്നൽസിൽ പാസ്റ്റും പ്രസന്റും, നോൺ കോസലില്
സിഗ്നൽ ആണെങ്കിൽ എന്തോ ആവാം അല്ലേ? പാസ്റ്റ് ആവാം, പ്രസന്റ് ആവാം, ഫ്യൂച്ചർ. ഇത് സിസ്റ്റം ആണ്, സിസ്റ്റംസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, സിഗ്നലും സിസ്റ്റംസുകൾ തമ്മിൽ അങ്ങോട്ടും കൂട്ടിക്കുഴയാൻ പാടില്ല. ഓക്കെ, let us take this y of t. y of t ക്ക് you just put some values of t. Suppose ഇപ്പോൾ y of t -1 കൊടുക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസിൽ ദാറ്റ് ഇസ് a എന്നുള്ള കേസിൽ, സോ ഇറ്റ് ബിക്കംസ് x of -1 ഓക്കെ ആണ്, പ്ലസ് എക്സ് ഓഫ് -4 ഓക്കെ ആണ്. കഴിഞ്ഞ കാര്യങ്ങളല്ലേ. then this is plus x of 1. this is future അല്ലേ? സോ ഇതല്ല. നെക്സ്റ്റ് ഇസ് b നോക്കാം. b is y of n അല്ലേ? y of y of 1 നോക്കാം. y of 1 കൊടുക്കുകയാണെങ്കിൽ this becomes x of 3 ആണ് ഫ്യൂച്ചർ. നെക്സ്റ്റ് ഇസ് c. സിയുടെ കേസിൽ y of 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ x of -1 പ്ലസ് x of -2 ഓക്കെ ആണ്. ഇപ്പോൾ yക്ക് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ x of 0 plus x of -1. Okay, this is also previous value. And y ക്ക് -1 കൊടുത്തിട്ടുണ്ടെങ്കിൽ this is -1 x of -1 -2 and -1നേക്കാളും മുമ്പത്തെ അല്ലേ, then x of -1 x of -3 അതിനേക്കാളും മുന്നത്തെയാണ്. സോ c is the answer. ഇതല്ല, ഇതിന് n is equal to -1 എന്ന് കൊടുത്തു നോക്ക്. സോ y of -1 is equal to x of 2 എന്നാണ്. അല്ലേ? ഫ്യൂച്ചർ. C is the answer.